എല്ലാവർക്കും നമസ്കാരം. എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിൻ്റെ അടുത്ത ഒരു ലെക്ചറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ കഴിഞ്ഞ ലെക്ചറിൽ ചെയ്ത അതേ ക്വസ്റ്റ്യൻ്റെ വേറൊരു ഫോമാറ്റാണ് ഇത്. അപ്പോൾ ഇതും ലൈൻ റൊട്ടേഷൻ മെത്തേഡ് വഴി തന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇതിനകത്ത് ക്വസ്റ്റ്യൻ നമുക്ക് ആദ്യമേ ഒന്ന് നോക്കാം. ലൈൻ എ ബി ഓഫ് ലെങ്ത് 75 മില്ലിമീറ്റേഴ്സ്. അപ്പോൾ ഇവിടെ ലൈൻ്റെ ട്രൂ ലെങ്ത് ആണ് തന്നേക്കുന്നത്. 75 മില്ലിമീറ്റേഴ്സ് എന്നുള്ളത് തന്നിട്ടുണ്ട്. ഹാസ് ഇറ്റ്സ് എൻഡ് പോയിൻറ്റ് എ 20 മില്ലിമീറ്റേഴ്സ് അബവ് എച്ച് പി ആൻഡ് 15 മില്ലിമീറ്റേഴ്സ് ഇൻ ഫ്രണ്ട് ഓഫ് വി പി. അപ്പം കഴിഞ്ഞ ക്വസ്റ്റ്യനിലും എ എന്നുള്ള എൻഡ് പോയിൻ്റ് അല്ലെങ്കിൽ പി ക്യു എന്നായിരുന്ന ലൈൻ്റെ പേര്. സോ പിയുടെ രണ്ട് കോർഡിനേറ്റ്സും തന്നിട്ടുണ്ടായിരുന്നു. ദ അതർ എൻഡ് ബി ഈസ് 55 മില്ലിമീറ്റേഴ്സ് അബവ് എച്ച് പി ആൻഡ് 60 മില്ലിമീറ്റേഴ്സ് ഇൻ ഫ്രണ്ട് ഓഫ് വി പി. അപ്പോൾ ഇവിടെ ആണ് ക്വസ്റ്റ്യനകത്തുള്ള വ്യത്യാസം. കഴിഞ്ഞ ക്വസ്റ്റ്യനകത്ത് ആ ലൈൻ ഹൊറിസോണ്ടൽ പ്ലെയിനുമായിട്ടും വെർട്ടിക്കൽ പ്ലെയിനുമായിട്ടും ഉണ്ടാക്കുന്ന ട്രൂ ഇൻക്ലിനേഷൻസ് ആയിരുന്നു തന്നിരുന്നത്. 35 ഡിഗ്രി ആൻഡ് 45 ഡിഗ്രി അങ്ങനെ ആംഗിൾസ് ആയിരുന്നു തന്നിരുന്നത്. ഇവിടെ അതിന് പകരം രണ്ടാമത്തെ കോർഡിനേറ്റിൻ്റെ അല്ലെങ്കിൽ രണ്ടാമത്തെ എൻഡ് പോയിൻറ്റിൻ്റെ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നിന്നും വെർട്ടിക്കൽ പ്ലെയിനിൽ നിന്നുമുള്ള ഡിസ്റ്റൻസ് ആണ് തന്നേക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്ക് നമുക്ക് ആംഗിൾ എടുത്ത് വരയ്ക്കാനായിട്ട് പറ്റില്ല. പക്ഷേ അതിന് പകരം നമുക്ക് ഈ കോർഡിനേറ്റ്സ് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം ഇതിനകത്ത് ആദ്യത്തെ കോർഡിനേറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും നമുക്ക് മാർക്ക് ചെയ്യാം. സോ എക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ പറഞ്ഞേക്കുന്നത് എ ഇസ് 20 മില്ലിമീറ്റേഴ്സ് അബവ് എച്ച് പി. അബവ് എച്ച് പി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എക്സ് വൈ ലൈനിൻ്റെ മുകളിലായിട്ട് നമുക്ക് ആ പോയിൻ്റ് മാർക്ക് ചെയ്യാനായിട്ട് പറ്റും. സോ അവിടെ നമ്മൾ എ ഡാഷ് എന്ന് മാർക്ക് ചെയ്യുക. ഓക്കെ. ആൻഡ് 15 മില്ലിമീറ്റേഴ്സ് ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 15 മില്ലിമീറ്റേഴ്സ് ഇൻ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ എക്സ് വൈ ലൈനിൻ്റെ താഴെ വരും. ടോപ്പ് വ്യൂ ആണ് അത് വരുന്നത്. സോ അതിനെ നമുക്ക് എ എന്ന് മാർക്ക് ചെയ്യാം. സോ എയും എ ഡാഷും നമ്മൾ മാർക്ക് ചെയ്തു. ഇനി നമ്മുടെ അടുത്ത് അതിനകത്ത് പറഞ്ഞേക്കുന്നത് അടുത്ത എൻ പോയിൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ്. പക്ഷേ അതിനകത്തൊരു പ്രശ്നമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എൻ പ്രൊജക്ടേഴ്സ് തമ്മിലുള്ള ദൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ കണ്ടെയ്ൻ ചെയ്യുന്ന പ്രൊജക്ടറും ബി കണ്ടെയ്ൻ ചെയ്യുന്ന പ്രൊജക്ടറും തമ്മിലുള്ള ദൂരം തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ബി എവിടെയാണെന്ന് ഇത് ഉപയോഗിച്ചിട്ട് പറയാനായിട്ട് പറ്റത്തില്ല. നമുക്കതിൻ്റെ ഒരു ലെവൽ മാത്രമേ അറിയാനായിട്ട് പറ്റുള്ളൂ. ഹൊറിസോണ്ടൽ പ്ലെയിനിന് എത്ര മുകളിലാണെന്ന് അല്ലെങ്കിൽ മുന്നിലാണ് അല്ലെങ്കിൽ പുറകിലാണെന്നൊക്കെയുള്ള കാര്യം മാത്രമേ നമുക്കിവിടെ അറിയാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ. അപ്പോൾ ഇവിടെ എൻ്റെ ബി എസ് 55 മില്ലിമീറ്റേഴ്സ് അബവ് എച്ച് പി എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്കവിടെ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 55 മില്ലിമീറ്റർ മുകളിൽ ഒരു പോയിൻ്റ് നമുക്ക് മാർക്ക് ചെയ്തിട്ട് അതിലേക്കൂടെ പാസ് ചെയ്യുന്ന രീതിയിൽ നമുക്കൊരു ലോക്കസ് ലൈൻ വരയ്ക്കാനായിട്ട് പറ്റും. അപ്പം നമ്മൾ നേരത്തെ തൊട്ട് മുന്നത്തെ ക്വസ്റ്റനിൽ നമ്മൾ ചെയ്തപ്പോഴത്തേക്ക് നമ്മൾ B1 ഡാഷ് അല്ലെങ്കിൽ P1 ഡാഷ് എന്നൊക്കെയുള്ള ആ ഒരു പോയിൻ്റ് എടുത്തിട്ട് ആ ഒരു ലെവലിലായിരുന്നു നമ്മൾ ഈ ലോക്കസ് ലൈൻ വരച്ചിരുന്നത്. ഇവിടെ ആ ലൈൻ വരയ്ക്കാതെ തന്നെ നമുക്ക് ഡയറക്റ്റ്ലി ആ ലോക്കസ് ലൈനിൻ്റെ ഒരു കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്. ഓക്കെ. 55 മില്ലിമീറ്റേഴ്സ് അബവ് എച്ച് പി ആൻഡ് 60 മില്ലിമീറ്റേഴ്സ് ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് 60 മില്ലിമീറ്റേഴ്സ് മുന്നിലോട്ട് വരും. ഓക്കെ. അപ്പോൾ നമ്മൾ 60 മില്ലിമീറ്റേഴ്സിൻ്റെ അവിടെയും നമ്മളൊരു ലോക്കസ് ലൈൻ നമ്മൾ ഇടുകയാണ്. ഓക്കെ. സോ അത്രയും നമുക്കായി. ഇനിയിപ്പോൾ ഇതിനകത്ത് നമുക്ക് ആംഗിൾസ് ഇല്ല, പക്ഷേ നമുക്ക് ട്രൂ ലെങ്ത് തന്നിട്ടുണ്ട് 75 മില്ലിമീറ്റേഴ്സ് എന്നുള്ള. അപ്പോൾ ആ ട്രൂ ലെങ്ത് എടുത്ത് നമ്മൾ ഈ ലോക്കസ് ലൈൻസിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രൂ ലെങ്ത് ഉള്ള ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും കിട്ടും. വിച്ച് റെപ്രസെൻറ്റ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ലൈൻ റൊട്ടേഷൻ മെത്തേഡിൽ വരയ്ക്കുമ്പോഴത്തേക്ക് നമ്മൾ ഹൊറിസോണ്ടൽ പ്ലെയിനിന് ഇൻക്ലൈൻഡും വെർട്ടിക്കൽ പ്ലെയിനിന് പാരലലും ആയിട്ടുള്ള ഒരു ലൈനും, അതുപോലെ വെർട്ടിക്കൽ പ്ലെയിൻ ഇൻക്ലൈൻഡും ഹൊറിസോണ്ടൽ പ്ലെയിനിന് പാരലലുമായിട്ടുള്ള ഒരു ലൈനും വരയ്ക്കുമെന്ന്. അപ്പോൾ ആ രണ്ട് വരകളാണ് നമുക്കിവിടെ വരയ്ക്കാനായിട്ട് പറ്റുന്നത്. സോ ആദ്യം നമ്മൾ ഫസ്റ്റ് ഇൻക്ലൈൻ പൊസിഷനിൽ വരയ്ക്കാനായിട്ട് ഈ ലൈനിൻ്റെ ട്രൂ ലെങ്ത് 75 മില്ലിമീറ്റേഴ്സ് എന്നാണ് തന്നേക്കുന്നത്. ഓക്കെ. സോ 75 മില്ലിമീറ്റേഴ്സ് നമുക്കിവിടെ ഒന്ന് മാർക്ക് ചെയ്യാം. അത് കോമ്പസിനകത്ത് എടുത്തിട്ട് നമുക്ക് എ ഡാഷ്
സെൻറ്റർ ആക്കി വെച്ചിട്ട് നമുക്കൊരു ആർക്ക് കട്ട് ചെയ്യണം. സോ ദിസ് ലൈൻ വിൽ ബി, അല്ലെങ്കിൽ ദിസ് പോയിന്റ് വിൽ ബി B1'. ഇത് ഒറിജിനൽ പോയിൻ്റ് അല്ല, ഹൊറിസോണ്ടൽ പ്ലെയിന് മാത്രം ഇൻക്ലൈൻഡ് ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്ത് വരയ്ക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് B1 എന്നാണ് നമ്മളവിടെ പേര് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് അതിനെ ജോയിൻ ചെയ്ത്, ഇത് ലൈറ്റായിട്ട് ജോയിൻ ചെയ്താൽ മതി, കാരണം ഇതല്ല ഫൈനൽ ആൻസർ. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടോപ്പ് വ്യൂവും നമുക്ക് വരയ്ക്കാനായിട്ട് പറ്റും. നമുക്കറിയാം B1'ഉം B1'ഉം എപ്പോഴും സെയിം വെർട്ടിക്കൽ ലൈനിലായിരിക്കും വരുന്നത്. നമുക്ക് ഓൾറെഡി ടോപ്പ് വ്യൂ ഓഫ് സ്മോൾ എ എന്നുള്ള പോയിന്റ് നമുക്കിവിടെ ഉണ്ട്. അപ്പോൾ ആ പോയിന്റിലൂടെ ഹൊറിസോണ്ടലായിട്ട് XY ലൈനിന് പാരലായിട്ട് നമുക്കൊരു ലൈൻ വരയ്ക്കാം. അപ്പം അങ്ങനെ വരുമ്പോൾ ദിസ് വിൽ ബി B1. ഇപ്പോൾ ഇത് തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യനിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ പേരിടുന്നതെന്നൊക്കെയുള്ളത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അത് കിട്ടും. അപ്പോൾ ഇത് ഫസ്റ്റ് ഇമാജിനറി പൊസിഷനിലുള്ള ലൈനാണ്. ഇനി നമ്മൾ സെക്കൻഡ് ഇമാജിനറി പൊസിഷനിലുള്ള ലൈനാണ് വരയ്ക്കാനായിട്ട് പോകുന്നത്, വിച്ച് ഇസ് ഇൻക്ലൈൻ ടു വെർട്ടിക്കൽ പ്ലെയിൻ ആൻഡ് പാരലൽ ടു HP. അപ്പോൾ അത് വരയ്ക്കുമ്പോഴും ഇതേപോലെ 75 mm നമ്മൾ ഓൾറെഡി കോമ്പസിനകത്ത് എടുത്തിട്ടുണ്ട്. അത് വെർട്ടിക്കൽ പ്ലെയിൻ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള സൈഡ്, അത് ടോപ്പ് വ്യൂവിലായിരിക്കും നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. സോ ടോപ്പ് വ്യൂവിൻ്റെ സൈഡിൽ നമ്മൾ എയിൽ വെച്ചിട്ട് നമുക്കിവിടെ വരയ്ക്കാനായിട്ട് പറ്റും. സോ ഇതും ഒരു ഇമാജിനറി പൊസിഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ ടോപ്പ് വ്യൂ ആയതുകൊണ്ട് B2 എന്നാണ് പേരിടാനായിട്ട് പോകുന്നത്. ടോപ്പ് വ്യൂ ആയതുകൊണ്ട് ഡാഷ് ഇല്ല, B2 എന്ന് മാത്രമേ വരുള്ളൂ. സോ ദിസ് ഇസ് B2. ഓക്കെ, അപ്പം എയിനെയും B2വിനെയും ഇവിടെ കണക്ട് ചെയ്തിട്ട് നമുക്ക് രണ്ടാമത്തെ ടോപ്പ് വ്യൂ വരയ്ക്കാനായിട്ട് പറ്റും. സോ ആദ്യത്തെ ടോപ്പ് വ്യൂ B1 ആയിരുന്നു, രണ്ടാമത്തെ ടോപ്പ് വ്യൂ B2 ആണ്. ഓക്കെ, അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രണ്ട് വ്യൂ വരയ്ക്കാനായിട്ട് പറ്റും. നമുക്കറിയാം B2ഉം B2' എപ്പോഴും ഒരേ വെർട്ടിക്കൽ ലൈനിലായിരിക്കും ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ വെർട്ടിക്കൽ ലൈൻ നമുക്ക് വരയ്ക്കാനായിട്ട് പറ്റും. സിമിലർലി നമുക്ക് അത് ഹൊറിസോണ്ടൽ പ്ലെയിനിന് പാരലായിട്ടായിരിക്കും ആ ഒരു ലൈൻ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ A', B2' എന്നുള്ള ലൈൻ XY ലൈനിന് പാരലായിരിക്കും. A' നമ്മുടെ ഓൾറെഡി ഉണ്ടായതുകൊണ്ട് A' കൂടെ പാസ് ചെയ്യുന്ന രീതിയിൽ നമുക്കവിടെ ഒരു ഫ്രണ്ട് വ്യൂ വരയ്ക്കാനായിട്ട് പറ്റും. നമ്മൾ XY ലൈനിന് പാരലാക്കി വെച്ചുകൊണ്ട് A' ഒരു പാരലായിട്ടൊരു ലൈൻ വരയ്ക്കുക. സോ അത് രണ്ടും കൂടെ മീറ്റ് ചെയ്യുന്ന, ഈ ഹൊറിസോണ്ടൽ ലൈനും B2ൽ നിന്ന് നമ്മൾ വരച്ച വെർട്ടിക്കൽ ലൈനോടെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും B2'. B2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രണ്ട് വ്യൂ. അപ്പോൾ ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞ അതേ കോൺസെപ്റ്റ് നമുക്കിവിടെ യൂസ് ചെയ്യാം. A', B' എന്നുള്ള ഒറിജിനൽ ഫ്രണ്ട് വ്യൂവിന് A', B2'ൻ്റെ അതേ നീളം തന്നെയായിരിക്കും. സോ കോമ്പസിനകത്ത് A', B2'ൻ്റെ നീളം എടുത്ത് നമ്മളൊരു ആർക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് B' കിട്ടും. B1'ൻ്റെ ആ സെയിം ലൈനിൽ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ആ ഹൊറിസോണ്ടൽ ലോക്കസ് ലൈനിലായിരിക്കും B' കിട്ടുക. സിമിലർലി B2ൻ്റെ അവിടെ നമ്മളൊരു ലോക്കസ് ലൈൻ വരച്ചിട്ടുണ്ട്. അപ്പോൾ B1 എന്നുള്ള നീളം, അതായത് ആദ്യം നമ്മൾ വരച്ച ടോപ്പ് വ്യൂവിൻ്റെ നീളം തന്നെയായിരിക്കും യഥാർത്ഥ ടോപ്പ് വ്യൂവിനും ഉള്ളത്, ABക്കും ഉള്ളത്. സോ B1 എന്നുള്ള നീളം കോമ്പസിനകത്തെടുത്ത് നമ്മൾ ഈ ലോക്കസ് ലൈനിനകത്തോട്ട് കട്ട് ചെയ്യുമ്പോൾ നമുക്കിവിടെ Bയും കിട്ടും. നമ്മൾ വരച്ചത് ശരിയാണെന്നുണ്ടെങ്കിൽ Bയും B' ഒരേ വെർട്ടിക്കൽ ലൈനിൽ തന്നെ വരും. അതും നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഈ രണ്ട് ആർക്കുമാണ് ഇപ്പോൾ വരയ്ക്കാനായിട്ട് പോകുന്നത്. സോ ആദ്യം നമ്മൾ എടുക്കാൻ പോകുന്ന A', B2' എന്നുള്ള നീളമാണ്. സോ A', B2' എന്നുള്ള നീളം നമ്മൾ കോമ്പസിനകത്തെടുത്ത് ഓൾറെഡി വരച്ചേക്കുന്ന ലോക്കസ് ലൈനിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക. സോ ഇവിടെ അതിനെ കട്ട് ചെയ്ത പോയിന്റ് ആയിരിക്കും B'. അപ്പോൾ B' നമ്മൾ മാർക്ക് ചെയ്തു. സിമിലർലി B1 എന്നുള്ള നീളം കോമ്പസിനകത്ത് നമ്മൾ എടുത്തിട്ട് ബിയുടെ ലോക്കസ്, ടോപ്പ് വ്യൂവിൻ്റെ ലോക്കസ് ലൈനിലേക്ക് നമുക്ക് വരയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കിവിടെ ലോക്കസ് ലൈനിനെ കട്ട് ചെയ്ത പോയിന്റ് ആയിരിക്കും B. നമ്മൾ വരച്ചത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് Bയും B' ഒരേ വെർട്ടിക്കൽ ലൈനിൽ തന്നെ കിട്ടും. ഇവിടെ ഒരേ വെർട്ടിക്കൽ ലൈനിൽ തന്നെ വരുന്നുണ്ട് Bയും B'. അപ്പോൾ അതും നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാം.
ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും ജോയിൻ ചെയ്യാൻ പറ്റും. എ ഡാഷ് നമ്മുടെ കയ്യിലുണ്ട്, ബി ഡാഷ് നമ്മുടെ കയ്യിലുണ്ട്, എ നമ്മുടെ കയ്യിലുണ്ട്, ബി നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇതിനെ തമ്മിൽ ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. എനെയും ബിനെയും കൂടെ എ ഡാഷിനെയും ബി ഡാഷിനെയും കൂടെ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഫ്രണ്ട് വ്യൂ കിട്ടും. അപ്പോൾ അതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. സോ അത് ഡാർക്കായിട്ട് വരയ്ക്കുക. ആൻഡ് എ ബി അതിനെ ജോയിൻ ചെയ്യുക. അതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ഓക്കെ, ഇനി ക്വസ്റ്റ്യനകത്ത് തന്നേക്കുന്ന ഡയമെൻഷൻസ് എല്ലാം നമുക്ക് മാർക്ക് ചെയ്യാം. ഇവിടെ ഈ ക്വസ്റ്റ്യനകത്ത് ഞാൻ ട്രേസ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ട്രേസ് നമ്മൾ തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യനിൽ ചെയ്ത അതേ മെത്തേഡ് വഴി തന്നെ നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. ട്വൻറ്റിയും 55 ആയിരുന്നു. സോ 20 മാർക്ക് ചെയ്യുക. സോറി 15, 55 അല്ല 15 ആയിരുന്നു. ബിയുടെയും രണ്ട് ഡിസ്റ്റൻസും നമുക്കെടുത്ത് മാർക്ക് ചെയ്യാനായിട്ട് പറ്റും. സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കുമ്പം ഇതിൻ്റെ കൂടെ ട്രേസും കൂടെ മാർക്ക് ചെയ്യാനായിട്ട് ചോദിക്കും. അതല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇൻക്ലിനേഷൻസ്, അപ്പാരൻറ്റ് ലെങ്ത്, അപ്പാരൻറ്റ് ഇൻക്ലിനേഷനും ഒക്കെ ചോദിക്കാം. അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് എടുത്ത് എഴുതുക. ഇത് 55ഉം 60ഉം ആയിരുന്നു. നമുക്കിവിടെ ഇതിൻ്റെ ട്രൂ ലെങ്ത്തും കൂടെ മാർക്ക് ചെയ്യാം. ട്രൂ ലെങ്ത്തും ക്വസ്റ്റനിൽ തന്നേക്കുന്ന വാല്യൂ ആയതുകൊണ്ട് തന്നെ ട്രൂ ലെങ്ത്തും കൂടെ മാർക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. മാർക്ക് ചെയ്യുമ്പം കഴിവതും നമ്മുടെ ഫിഗറുമായിട്ട് അത് ഇൻ്റർസെക്റ്റ് ചെയ്യാത്ത രീതിയിൽ വേണം മാർക്ക് ചെയ്യാനായിട്ട്. ട്രൂ ലെങ്ത് 75 ആയിരുന്നു. സോ 75ഉം കൂടെ മാർക്ക് ചെയ്യുക. ആവശ്യമില്ലാത്ത പോർഷൻസൊക്കെ ഒന്ന് റബ് ഓഫ് ചെയ്ത് കളയുക. സ്കെയിലും ഡയമെൻഷനെ പറ്റി മെൻഷൻ ചെയ്യുന്നത് നന്നായിരിക്കും. സോ സ്കെയിൽ 1:1 എന്ന് മെൻഷൻ ചെയ്യുക. All dimensions are in millimeters എന്നും കൂടെ മെൻഷൻ ചെയ്യുക. സോ ഇതാണ് നമ്മുടെ ഈ ചോദ്യം. താങ്ക് യു. അടുത്ത ലെക്ചറിൽ നമുക്ക് പ്ലെയിൻ റൊട്ടേഷൻ മെത്തേഡിനെ പറ്റി ഡിസ്കസ് ചെയ്യാം.